അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. ശിവജിയും ഔറംഗസീബും തമ്മിൽ നിലനിന്ന ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ കഥകൾ കഴിഞ്ഞയാഴ്ച നമ്മൾ പരാമർശിച്ചു. ശിവജിയുടെ മൗനാനുവാദത്തോടെ, ഔറംഗസീബിൻ്റെ മൗനാനുവാദത്തോടെ, രാജാ ജയ്സിംഗിൻ്റെ ആശീർവാദത്തോടെ ശിവജി ആഗ്ര നഗരത്തിൽ നിന്നും രക്ഷപ്പെട്ട സംഭവം. രക്ഷപ്പെട്ടതിനു ശേഷം ശിവജി വീണ്ടും സൈന്യത്തെ സംഘടിപ്പിക്കുകയും മുഗൾ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള നിരവധി നഗരങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ ഒരിക്കൽ പോലും ബുർഹാൻപൂരോ ഔറംഗാബാദോ അദ്ദേഹം ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഔറംഗസീബിനെ പ്രകോപിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. ഔറംഗസീബിന്റെ അഭിമാനത്തിന്റെയും ശക്തിയുടെയും അടയാളങ്ങളായ രണ്ടു നഗരങ്ങളെയും താൻ ആക്രമിക്കുന്നില്ല എന്ന് തന്റെ സൈന്യത്തോട് അദ്ദേഹം പറഞ്ഞു എന്നാണ് ചരിത്രരേഖകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. 6 വർഷങ്ങൾ നീണ്ടുനിന്ന ആക്രമണങ്ങൾക്കും മറ്റും ശേഷം ശിവജി മരണപ്പെട്ടു. ശിവജിക്ക് ശേഷം മറാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായി ചുമതലയേറ്റത് ശിവജിയുടെ മകൻ സംഭാജിയായിരുന്നു. സംഭാജി മുഗളന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. മുഗളന്മാരുമായിട്ടുള്ള സംഭാജിയുടെ യുദ്ധത്തിന്റെ പ്രധാന കാരണം ഔറംഗസീബ് ചക്രവർത്തിയുടെ മകനായ മുഹമ്മദ് അക്ബറുദ്ദീനെ സംഭാജി സഹായിച്ചു എന്നുള്ളത് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ മകൻ സംഭാജിയോടൊപ്പം ചേർന്ന് തനിക്കെതിരെ ഉപജാപം നടത്തിയതിലുള്ള വേദന മൂലമാണ് സംഭാജിക്കെതിരായി ഔറംഗസീബ് ചക്രവർത്തിയുടെ പോരാട്ടത്തിന് കാരണമായി ചരിത്ര രേഖകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സംഭാജി പിടിക്കപ്പെട്ടു. സംഭാജി കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ശിക്ഷ വിധിക്കപ്പെടുകയും അയാൾ വധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ സംഭാജിയുടെ 9 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന മകൻ സാഹു ആക്രമിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സാഹുവിന് 9 വയസ്സുകാരനാണെങ്കിലും പ്രഭു പദവി നൽകുകയും രാജ പദവി നൽകുകയും കൊട്ടാരത്തിൽ ഉന്നതമായ പ്രഭു കുടുംബാംഗങ്ങൾക്കൊപ്പം ഇരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. സാഹുവിനെ വ്യത്യസ്തമായ വിദ്യകൾ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി ഗുരുനാഥന്മാരെ നിശ്ചയിക്കുക മാത്രമല്ല, മറാത്ത രാജ പാരമ്പര്യങ്ങളിൽ നിന്നും തോൽപ്പിക്കപ്പെട്ടുവെങ്കിലും മുഗളന്മാരുടെ പക്ഷത്തേക്ക് ചേർന്നവർക്ക് വിവിധങ്ങളും ഉന്നതങ്ങളുമായ പദവികൾ ഔറംഗസീബിന്റെ കൊട്ടാരത്തിൽ നൽകപ്പെട്ടിരുന്നു എന്ന് ചരിത്രം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സംഭാജിയുടെ അമ്മക്ക് എല്ലാ പരിഗണനകളും നൽകി എന്ന് മാത്രമല്ല, ജീവനാംശം അടക്കം നൽകപ്പെടുകയും കൊട്ടാരത്തിലെ അന്തഃപുരത്തിൽ അവർ പരിരക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് ചരിത്ര രേഖകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറാത്തയും മുഗളന്മാരും തമ്മിലുള്ള യുദ്ധത്തെ 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധമായി ചിത്രീകരിക്കുവാനും മനുഷ്യർക്കിടയിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സംഘർഷത്തിന്റെയും അലയൊലികൾ, വിഷപ്പുകകൾ പടർത്തുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുകയും ചെയ്യുന്ന പുതിയ ലോകത്ത് മതത്തിന്റെ പേരിലായിരുന്നില്ല, അധികാര തർക്കങ്ങളും തങ്ങളുടെ രാജവാഴ്ചയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകളും രാഷ്ട്രീയമായ നീക്കങ്ങളും മാത്രമാണ് മധ്യകാല നൂറ്റാണ്ടിൽ മുഗൾ ഭരണത്തിൽ നടന്നിട്ടുള്ളത് എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.